ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബീട്രൂട്ടും എഗ്ഗും കൂടെ വെച്ച് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീട്രൂട്ട് എഗ് തോരൻ റെഡിയാക്കാം. ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ആദ്യം നമുക്ക് ബീട്രൂട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാവും. ഇതിലോട്ട് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച് ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ബീട്രൂട്ടിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. അടിയിൽ പിടിക്കുകയാണെങ്കിൽ അപ്പോൾ അല്പം മാത്രം വെള്ളം തെളിച്ച് കൊടുത്താൽ മതിയാവും. നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ളിൽ വെച്ചിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകെല്ലാം എടുക്കുമ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. ഇതിലോട്ട് 4 ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലോട്ടുള്ള അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ബീട്രൂട്ടെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നില്ല. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് ചതച്ച് വെച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മിഡിലായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്കുള്ള ഇരുന്നുള്ള ഉപ്പ് കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി എഗ്ഗ് ഒന്ന് ഫ്രൈ ആയി വരണം. ഇതുപോലെ എഗ്ഗും കൂടെ ചേർത്തിട്ട് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഇതൊന്ന് ഒരു 2 മിനിറ്റ്സ് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വേപ്പില ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. തോരൻ ഇപ്പോൾ റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ എഗ്ഗും കൂടെ ചേർത്തിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ ഇതിന് ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.